ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട മത്താണിത്, പാല് കടയാൻ. ഇതിൻ്റെ മോഡേൺ വെർഷനാണ് അജിറ്റേറ്റർ, എഗ് ബീറ്റർ. ഇവിടെ പാല് കടയുമ്പോൾ നമുക്കതിലേക്ക് പുതിയ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? നമുക്ക് ഓറ്, പ്രത്യേകിച്ച് സൾഫൈഡ് ഓറ്, ഫോമിങ് ഏജൻറ്റ് നമ്മൾ അതിനകത്തേക്ക് ഇടുക. നമ്മൾ ഇതിനെ വളരെ സ്ട്രോങ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്യുക. ഈ ഫോമിൽ നമ്മുടെ ലൈറ്റർ ഓർ പാർട്ടിക്കിൾസ്, എസ്പെഷ്യലി സൾഫൈഡ് ഓർ പാർട്ടിക്കിൾസ് വെയിറ്റ് കുറവായതുകൊണ്ട് അത് ഈ പതയുടെ കൂടെ പൊങ്ങിക്കിടക്കുകയും ഈ പത ഇവിടുന്ന് സ്കിം ഓഫ് ചെയ്യും. നമ്മൾ ഇതിനെ നീക്കിയെടുക്കുമ്പോൾ അതിനകത്ത് ഓർ പാർട്ടിക്കിൾസ് കാണും. ആ ഓർ പാർട്ടിക്കിൾ നമുക്ക് വാഷ് ചെയ്തെടുത്ത് ഫ്രീ ആക്കാം. അപ്പം ആ ഗ്യാങ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി അടിയിൽ സെറ്റിൽ ചെയ്ത് കിടക്കും. സോ ഈ രണ്ട് പ്രോസസ്സും കമ്പയർ ചെയ്യുമ്പോൾ പാലിൽ നിന്ന് വെണ്ണ എടുക്കുന്നതിന് നമ്മൾ പുതുതായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഒരു വേവ് ഫംഗ്ഷനിൽ നമ്മൾ ഒരു ഓപ്പറേറ്റർ മാത്രം ഉപയോഗിക്കുമ്പം നമുക്ക് അവിടെ നിന്നൊരു പുതിയ പ്രോപ്പർട്ടി ജനറേറ്റ് ചെയ്യുന്നു. It is just an operation, whereas in froth flotation we are adding a forming agent additionally. Okay.